ഹായ് ഫ്രണ്ട്സ്, സിമസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പനീർ കറി വയ്ക്കുന്ന വിധമായിട്ടാണ് വന്നത്. അപ്പോൾ പനീർ കറി ആദ്യം തന്നെ നമുക്ക് ചെറിയ പനീർ ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ അടി പിടിക്കാത്തൊരു പാത്രം, അതിലേക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിലേക്ക് ഗ്രേവി ഉണ്ടാക്കണത് ഞാനിപ്പോൾ ഒരു 3-4 സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ വേപ്പില അതൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഈ സബോള നമ്മൾ അരിയുമ്പോൾ എത്ര തിന്നാക്കി അരിയാൻ പറ്റുന്നു അത്രയും തിന്നാക്കിയിട്ട് അരിയണം കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു വേറൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാം കേട്ടോ. അതെല്ലാവർക്കും അറിയുന്നൊരു ടിപ്പാണ് അല്ലേ, സബോളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാന്നുള്ളത്. അങ്ങനെ അത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുക. അതിൽ വേപ്പില, നല്ല ഫ്രഷ് വേപ്പില പൊട്ടിച്ചിടാം കേട്ടോ. ആ ഫ്രഷ് വേപ്പിലൊക്കെ ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിങ്ങനെ ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ അതൊന്ന് നന്നായി വാടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. നന്നായി വാടി വന്നതിന് ശേഷം അതിലേക്കുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ അതിലേക്കിടാം. അപ്പോൾ ഈ കുരുമുളകും പൊടിയൊക്കെ അതിലിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന മുളക് പൊടി, ഇപ്പോൾ ഞാനിട്ടത് 2-3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. അപ്പോൾ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുരുമുളകും ഗരം മസാലയൊക്കെ ഇടുന്നതല്ലേ, അപ്പോൾ അത് കാരണം മുളക് പൊടി ഇനി അധികം ഇട്ടിട്ട് ഭയങ്കര എരിവാക്കണ്ട. പിന്നെ പച്ചമുളക് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് വഴച്ചെടുക്കുക. അപ്പോൾ ഈ വഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ ബ്രൗൺ കളർ പോകാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളറല്ല, അതിൻ്റെ കുത്തിൽ പോകാൻ വേണ്ടിയിട്ടും പിന്നെ നല്ല ബ്രൗൺ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് എടുക്കുക. അപ്പോൾ അത് അങ്ങോട്ട് എന്താ പറയുക, അതിൻ്റെ കുത്തൽ മണം പോവുകയും ചെയ്യും, എണ്ണ തെളിഞ്ഞ് വരികയും ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ തക്കാളി പരമാവധി കനം കുറച്ച് അരിയുക കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാനാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സോസ് അതിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ എരിവ് കൂടുതലാണെന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സോസ് അതിലൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവിൻ്റെ കൂടുതൽ എരിവ് നിൽക്കണമെങ്കിൽ അത് പെട്ടെന്ന് കുറഞ്ഞ് കിട്ടും കേട്ടോ. അതിന് ചെറിയൊരു മധുരമൊക്കെ ആവും കേട്ടോ. പിന്നെ നമ്മുടെ അതിൽ ക്യാപ്സിയം, മുളകുണ്ടെങ്കിലേ അതും ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കുക, അല്ലെങ്കിൽ വേണ്ട. പിന്നെ എൻ്റെ കയ്യിൽ പച്ച കളറുള്ള ക്യാപ്സിയം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാനൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടിട്ടാ. പക്ഷെ അതിങ്ങനെ ഭയങ്കരമായിട്ട് മാടാൻ പാടില്ല, നമുക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടണം, അതേപോലെ ആയിരിക്കണം കേട്ടോ. അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പനീർ അവിടെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അതും ഇതിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, കാരണം നമ്മൾ ഈ പനീർ കടിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഒരു സോഫ്റ്റ് പോലെയല്ല, പക്ഷെ ഇത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇടാം കേട്ടോ. മല്ലിയില ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റായിരിക്കും. ബിരിയാണിയുടെ കൂടിയും ചപ്പാത്തി, വെള്ളയപ്പം എന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊരു ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനിത് കഴിക്കുന്നത് ഗീ റൈസിൻ്റെ കൂടെയായിട്ട് ഇന്ന്. അടിപൊളിയാണ്.